മാർച്ച് 12 ജപ്പാനിൽ അതിശക്തമായ ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിന്റെ അലകൾ പടുകൂറ്റൻ കടൽത്തിരകളായി മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗത്തിൽ കരയിലേക്ക് കുതിച്ചു വന്നു. പേ പിടിച്ച സുനാമി തിരകൾ എല്ലാം തകർത്തു. അപ്രതീക്ഷിതമായ ഒരു മഹാദുരന്തം. എന്നാൽ രാക്ഷസ തിരകളേക്കാൾ ജപ്പാൻ ഭയപ്പെട്ടിരുന്ന മറ്റൊന്നുണ്ടായിരുന്നു. അതും സംഭവിച്ചു. ഫുക്കുഷിമയിലെ ആണവ നിലയം പൊട്ടിത്തെറിച്ചു. അത് മറ്റൊരു ദുരന്തമായി. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. 10,000-കണക്കിന് പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നു. ശുദ്ധവായുവും കുടിവെള്ളവും അണുവികിരണങ്ങൾ നിറച്ചുവച്ച വിഷക്കോപ്പകളായി. മാരകമായ റേഡിയേഷൻ 200 കിലോമീറ്റർ അകലെയുള്ള ടോക്കിയോ നഗരം വരെ എത്തി. ഒഴിവാക്കാമായിരുന്ന മനുഷ്യനിർമ്മിത ദുരന്തം. അതീവ സുരക്ഷിതം എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന അണുനിലയങ്ങൾ മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കണ്ട് ലോകം അമ്പരന്നു. മനസാക്ഷിയുള്ളവർ നെഞ്ചിൽ കൈവച്ച് അന്നൊരു തീരുമാനമെടുത്തു. ഈ മരണനിലയങ്ങൾ ഇനി വേണ്ട. എന്നാൽ ചിലർ അപ്പോഴും ഉറക്കം നടിച്ചു. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ കൊണ്ട് പുതിയ പുതിയ ആണവ നിലയങ്ങൾക്കുള്ള പദ്ധതികൾ തീർത്തു. എല്ലാ അവകാശവാദങ്ങൾക്കുമപ്പുറം ആണവ റിയാക്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം പേക്കിനാവുപോലെ വേട്ടയാടുകയാണ് മറ്റൊരു ജനതയെ. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫുക്കുഷിമയിലെ ആണവ ദുരന്തത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും ആണവ നിലയങ്ങൾ അടച്ചുപൂട്ടുകയാണ്. എന്നാൽ ജപ്പാന്റെ ദുരിതം കണ്ട ശേഷവും പുതിയ ഒരു അണുനിലയം തുറക്കാൻ പോകുന്നു. ഫുക്കുഷിമയ്ക്ക് ശേഷം ലോകത്ത് കമ്മീഷൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ആണവ നിലയം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ കടൽ തീരത്ത് തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിലെ കൂടംകുളത്ത്. എന്നാൽ മരിക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യർ പ്രതിരോധത്തിന്റെ ഉരുക്കു കവചം തീർക്കുകയാണ്. കൂടംകുളം മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവനും ജീവിതമാർഗത്തിനും പ്രകൃതിക്കും വേണ്ടി പോരാടുകയാണ്. അണുനിലയത്തിനെതിരായ കുരിശുയുദ്ധം. ിൽ സുനാമി വീശിയടിച്ച പ്രദേശമാണ് കൂടംകുളം. 90% പേരും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങൾ. സുനാമിയിൽ എല്ലാം നഷ്ടപ്പെട്ട ഇവരെ പുനരധിവസിപ്പിച്ചിട്ടുള്ള കോളനിയാണ് ഇത്. ഇവർക്ക് നോക്കിയാൽ കാണാവുന്ന അകലത്താണ് അണുനിലയം വരുന്നത്. എല്ലാ സുരക്ഷാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട്. മാരകമായ അണുവിസ്ഫോടനത്തിന്റെ വികിരണങ്ങൾ ഒഴുകി നടക്കാൻ പോകുന്നത് നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങൾക്കിടയിലൂടെയാണ്. വളരുന്ന തലമുറയും വരും തലമുറയും ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി യാചിക്കുന്നത് ചിലർ മാത്രം കേൾക്കുന്നില്ല. 3 கிலோமீட்டர் சரௌண்டிங்ல யாரும் அந்த அணுமின் நிலைய கட்டிடத்தை விட வேற எந்த கட்டிடமும் இருக்கக்கூடாதுங்கிற ஒரு அமைப்பு அவங்களுக்குள்ள இருக்கு, சர்வதேச ஒப்பந்தம். ஆனா இங்கே பாத்தீங்கன்னு சொன்னா 1.5 கிலோமீட்டர்ல நாங்க இருக்கிறோம். இது வந்தால் எங்களுக்கு தொழில் பாதிக்கப்படும், மற்றபடி ஜீவிக்க முடியாது இந்த இடத்துல. சரியா? இந்த இடத்துல நாங்க ஜீவிக்க முடியாது. ஏன்னா 1.5 കിലോമീറ്ററിൽ தான் இருக்கு. 1980 തൊട്ട് ജിയോളജിസ്റ്റുകൾ പോയിട്ട് അവിടെ പഠിച്ച് കൂടംകുളം ഫോർമേഷനെ കുറിച്ച് പഠിക്കുകയും അവിടെ മുൻകാലങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ എല്ലാ തെളിവുകളും അവിടെ ഉണ്ടെന്നുണ്ട്. അത് ശരിക്കും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര നീളമുണ്ട്, അതിന് ഇത്ര വീതിയുണ്ട്, ഇന്ന സ്ഥലത്താണുള്ളത്. ഇതൊക്കെ ക്ലിയർലി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഏതാണ്ട് 15ഓളം ഗവേഷണ പ്രബന്ധങ്ങളുണ്ട്. ദൈവത്തിന് പോലും നൽകാൻ കഴിയാത്ത ഉറപ്പാണ് ആണവ നിലയത്തിന് പിന്നിലെ അവിശുദ്ധ മുന്നണി പാവം ജനങ്ങൾക്ക് നൽകുന്നത്. 46,000 വർഷം നീണ്ടു നിൽക്കുന്ന
അണുവികിരണങ്ങളുടെ കാലമാണ് വരാനിരിക്കുന്നത്. ആര് രക്ഷിക്കും? ആരൊക്കെ ബാക്കിയുണ്ട്? അപകടമുണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ 20 കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. ഇത്രയും ജനങ്ങളെ എങ്ങോട്ടും മാറ്റും? നാട് വിട്ടുപോകേണ്ടത് 1-2 ദിവസത്തേക്കല്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് ചുരുങ്ങിയത് 20 വർഷത്തേക്ക് തിരിച്ചുവരവിനെക്കുറിച്ച് സ്വപ്നം കാണാനാവില്ല. ജീവപര്യന്തം അഭയാർത്ഥികളായി അലയാൻ കടലിന്റെ മക്കൾ എന്ത് അപരാധമാണ് ചെയ്തത്? ചെർണോബിലും ഫുക്കുഷിമയിലും ഇവരെ പോലുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇവരുടെ കഞ്ഞിപ്പാത്രത്തിൽ എന്തിനാണ് ആണവ മാലിന്യങ്ങൾ വിളമ്പുന്നത്? എന്തിനാണ് ഇവരെ എക്കാലത്തേക്കും ക്യാൻസർ രോഗത്തിന്റെ തടവുകാരാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കൂടംകുളത്തുകാർ ദുരിതത്തിന്റെ കടലിൽ മുങ്ങിച്ചാടുന്നത്? സുനാമി കോളനിയിൽ മുനിഞ്ഞു കത്തുന്ന 60 വാട്ട് ബൾബുകൾക്കുള്ള വൈദ്യുതി കണ്ടെത്താൻ വേണ്ടിയോ? ഒരിക്കലുമല്ല. തമിഴന്റെ ആത്മാഭിമാനം പോലെ തല ഉയർത്തി നിൽക്കുന്ന കാറ്റാടിയന്ത്രങ്ങൾ അവർക്കു വേണ്ട വൈദ്യുതി നൽകുന്നുണ്ട്. അപ്പോൾ മറ്റാർക്കു വേണ്ടിയാണ് ഈ പ്രേതാലയങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ആർക്കു വേണ്ടിയാണ് കൂടംകുളം അണുനിലയം? ആരാണ് ഗുണഭോക്താക്കൾ? ഈ പവറൊക്കെ അവിടെ പോവും, എല്ലാം ക്യാപിറ്റലിസ്റ്റിന് പോവും. ടാറ്റ, ബിർള, മിട്ടൽസും അംബാനി ബ്രദേഴ്സും എല്ലാം അങ്ങനെ ഉള്ള ടോപ്പ് പീപ്പിൾ, ക്യാപിറ്റലിസ്റ്റ്, മൾട്ടിനാഷണൽ കമ്പനീസ്, അവർക്കൊക്കെ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് പവറാണ്. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പഴയ രീതിയിലുള്ള ആണവ നിലയങ്ങൾ പൊളിച്ച് മൂന്നാം ലോക രാജ്യത്തേക്ക് കടത്തുകയാണ്, ഇന്ത്യയിലേക്ക് കടത്തുകയാണ്. അതുപോലെ തന്നെ ജയ്താപൂരിൽ നടക്കുന്നത് ഫ്രാൻസിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ആണവ നിലയമാണ് ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇന്ത്യയെ ഊർജത്തിൻ്റെ കാര്യത്തിൽ ഒരു പരീക്ഷണ വസ്തുവാക്കാനുള്ള വലിയൊരു ഗൂഢാലോചന ഈ ആണവ നിലയ ഇപ്പോൾ നടക്കുന്ന ആണവ നിലയ സംരംഭത്തിന് പിറകിലുണ്ട് എന്ന് സംശയിക്കാൻ മുഴുവൻ കാരണങ്ങളുണ്ട്. അണുഊർജം എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്, ഒരു മിത്താണ്. ഇതിനുണ്ടാക്കുന്ന ഊർജ്ജത്തിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇത് വളരെ വില കൂടിയതാണ്. ഇതിനാകെയുള്ള കാര്യം ഇതിൻ്റെ ഊർജ്ജമല്ല, ഇതിൻ്റെ ബിസിനസ്സാണ്. ഇന്ത്യയിലേക്ക് ഈ ആണവ കരാർ അനുസരിച്ച് ആണവ നിലയങ്ങൾ വരുന്നതിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര ലോബിയുണ്ട്. ഊർജ്ജത്തിൻ്റെ ഒരു പ്രതിസന്ധി തീർക്കാൻ പോകുന്നില്ല എന്ന കാര്യം മറച്ചു വയ്ക്കുകയും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നാശങ്ങൾ മറച്ചു വയ്ക്കുകയും ഇതിൻ്റെ യഥാർത്ഥ വില മറച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആളുകളെ കമ്മീഷൻ കൊടുത്ത് കൂടെ നിർത്തി കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ലോബി ഇതിനകത്തുണ്ട്. അതിൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, എംപിമാരുണ്ട്, അതുപോലെയുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ അന്താരാഷ്ട്ര കച്ചവടക്കാരുണ്ട്. സാധാരണ ജനങ്ങളല്ല ആണവോർജത്തിന്റെ ആവശ്യക്കാർ. ആണവ പദ്ധതികളെ നിയന്ത്രിക്കുന്ന മറ്റു ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്, അജണ്ടകളുണ്ട്. അവരുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഉന്നം പണമാണ്. മൂന്നാമത്തെ ഉന്നം ആയുധങ്ങളാണ്, ആണവായുധങ്ങൾ. ഭൂമിയെ ജീവനവശേഷിക്കാത്ത വിഷഗോളമാക്കി മാറ്റാൻ കഴിവുള്ള ആണവായുധങ്ങൾ. യുദ്ധമായിരുന്നില്ല അത്. ജയിച്ചവന്റെ ആകാശത്തോളം ആളിക്കത്തിയ അഹങ്കാരമായിരുന്നു. ഏപ്രിൽ 26 റഷ്യയിലെ യുക്രൈൻ നഗരത്തിലാണ് ചെർണോബിൽ ദുരന്തമുണ്ടായത്. ആണവ നിലയം പൊട്ടിത്തെറിച്ചിട്ട് 25 വർഷം കഴിഞ്ഞു. ഏതാണ്ട് 10 ലക്ഷം പേർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. 3.5 ലക്ഷം ജനങ്ങളെയാണ് ദുരന്തത്തെ തുടർന്ന് കുടിയൊഴിപ്പിച്ചത്. പൊട്ടിത്തെറിച്ച ചെർണോബിൽ റിയാക്ടറിൽ നിന്ന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് വികിരണങ്ങൾ ജലത്തിലൂടെയും വായുവിലൂടെയും പരന്നൊഴുകി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ചെർണോബിൽ മരണം ഇന്നും സംഭവിക്കുന്നു. ചെർണോബിലിന് ശേഷം റഷ്യ ഒരു ആണവ നിലയവും നിർമ്മിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും വിൽക്കുന്നുണ്ട്.